ആഷ്ലീസ് കുക്കിംഗ് ബാസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഒരു കോഴി, ഒരു ഫുൾ കോഴിയാണ്. അത് ഏകദേശം 1 കിലോയും 100 ഗ്രാമും വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ശരിക്കും വാർന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, അതായത് 1 കുടം വെളുത്തുള്ളി അരച്ചത് നന്നായിട്ട് അരയണേ, അത് അരച്ചത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ 1 മണിക്കൂർ നമ്മൾ പുരട്ടി വെച്ച ചിക്കനാണിത്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഒരു ഫ്രൈങ് പാനിനകത്തോട്ട് മാറ്റാം. ഇതിലേക്ക് ഒരു സബോള, ഒരു വലിയ സബോള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, അത് ഇതുപോലെ ചെറിയതാക്കിയൊന്നും വേണ്ട, ആലായിട്ട് കീറിയത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിരിയമുളക് പൊടി, ഉപ്പുപൊടി 1/2 ടീസ്പൂൺ. ആദ്യമേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേനും 1 ടീസ്പൂണ് ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് വെന്ത് വെള്ളം പറ്റുന്നതാണ് കണക്കെ, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേരെ. ഇപ്പോൾ നമുക്ക് ചിക്കൻ ഏകദേശം വേകാറായിട്ടുണ്ട്. ചിക്കൻ വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പ് മാറ്റി ഫുള്ളങ്ങ് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റുന്നിടം വരെ മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് വാങ്ങി വയ്ക്കാം. തീ ഓഫ് ചെയ്യേണ്ട, ഇത് വാങ്ങി വെച്ചിട്ട് വേറൊരു ഫ്രൈങ് പാൻ വെക്കാം. നമ്മുടെ ചിക്കനകത്ത് ഇത്രയും വെള്ളമയം കൊണ്ടുണ്ട്, അത് നമുക്ക് പറ്റിക്കണ്ട. കടുക് പൊട്ടിക്കുമ്പം ശരിയായിക്കോളുവേ. ഇപ്പോൾ പാത്രം ഇവിടെ ഫ്രൈങ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയത്, ഇതിലേക്ക് നമ്മളൊരു മസാല പൊടിച്ചതും കൂടി ഒരു സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഞാൻ പൊടിച്ചെടുക്കാം. ഒത്തിരി ഗ്രൈൻഡ് ചെയ്യണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഈ സമയത്ത് തീ കുറച്ച് കൊടുക്കണേ, ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഉപ്പും എരിവുമൊക്കെ നോക്കിയപ്പം നല്ല കറക്റ്റ് പാകത്തിന് തന്നെയുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഒത്തിരി റോസ്റ്റായി പോകാതെ കുറച്ചൊരു ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ടെടുക്കാം. ഇനി അല്ല കുറച്ചും കൂടെ നല്ലതായിട്ട്
ഡ്രൈ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ തീയെ കിടക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കില്ലേ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.